So today now we are going to discuss the efficiency of a Carnot engine. Efficiency of a Carnot engine. ഈ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു വെച്ചിനി ഞാൻ പറഞ്ഞു തന്നെ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു പറ 1 മൈനസ് Q2 ബൈ Q1 അല്ലെങ്കിൽ വർക്ക് ഡിവൈഡഡ് ബൈ ദ അപ്ലൈഡ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആയിരുന്നു. So this work is equal to change in heat energy, that is equal to Q1 minus Q2 all divided by Q1, where Q1 is the heat of the hot reservoir or source, Q2 is the heat of the sink. അങ്ങനെയായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയിട്ടാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയത് 1 മൈനസ് Q2 ബൈ Q1. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം കാർനോട്ട് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം ഇതിനെ നമ്മളുടെ കാർനോട്ട് എഞ്ചിൻ്റെ ഈറ്റ എഫിഷ്യൻസി ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ആൻസർ ഇങ്ങനെയാണ് 1 മൈനസ് Q2 പകരം 1 മൈനസ് T2 ബൈ T1 എന്ന് തെളിയിക്കണം. അത് വെച്ചുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട് നമുക്ക്. ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1. ഇതാണ് നമ്മൾ ഇന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഈറ്റയുടെ വാല്യൂ 1 മൈനസ് Q2 ബൈ Q1 എന്നുള്ളത് ഈറ്റയുടെ വാല്യൂ 1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1 എന്ന് പ്രൂവ് ചെയ്യാം. സോ അതിനു വേണ്ടി ഫസ്റ്റ് വി കൺസിഡർ സ്റ്റെപ്പ് 1, the isothermal expansion. ആദ്യം ഞാൻ പറയട്ടെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഓർമ്മയുണ്ടോ? നമ്മൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ച ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതായത് when we apply heat energy to a system, the change in heat energy is used to increase the internal energy and it to do external work delta W. ഇതിന്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W. അങ്ങനെയെങ്കിൽ ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഇൻറ്റു ഡെൽറ്റ V. ഓർമ്മിക്കുന്നുണ്ടോ? വർക്കിൻ്റെ ഡെൽറ്റ W ഈസ് ഈക്വൽ ടു P ഇൻറ്റു ഡെൽറ്റ V. സോ നമ്മളിവിടെ ചെയ്യാൻ പോവാണ്, നമ്മൾ കാർനോട്ട് സൈക്കിള് നമ്മളിങ്ങനെ വരച്ചായിരുന്നു. ഇതാ ഞാൻ ഇങ്ങനെ വരയ്ക്കും, ഈ പോയിന്റ് ഇവിടെ വരണം, ഇതിൽ നിന്ന് ഇങ്ങ് മാറി വരണം, ഇതിൽ നിന്ന് മുകളിലോട്ടും വരണം. ഇവിടുത്തെ നമ്മൾ ഈ പോയിന്റ് അറിയിപ്പം അത് P1 V1 T1 ആയിരുന്നു. ആദ്യത്തെ പ്രോസസ്സ് ഏതായിരുന്നു ടിനി? ഫസ്റ്റ് പ്രോസസ്സ് ഏതായിരുന്നു? Q1. Isothermal expansion. വെരി ഗുഡ്. ഐസോതെർമൽ എക്സ്പാൻഷനിലൂടെ നടന്നു കഴിയുമ്പം ടെമ്പറേച്ചർ മാറില്ല. ദെൻ P2 V2 T1. ഇതേതായിരുന്നു? പിന്നെ കേൾക്കാവുന്നുള്ള മറ്റാരെങ്കിലും പറയുവാണെങ്കിലും നല്ലത് കേട്ടോ, എനിക്ക് വേറെ ആരും പറഞ്ഞ് ക്ലിയർ. അൻസീന, ഇതേതായിരുന്നു? ഇത് adiabatic expansion. Adiabatic expansion. Then it become P3 V3 T2. Temperature mari. Then this one, Anju. This one, Amrita, Dayal. Isothermal compression. Isothermal compression ലാകുമ്പോൾ എങ്ങനെ വരും? Temperature again remains constant. P4 V4 T2. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഐസോതെർമൽ എക്സ്പാൻഷൻ എടുത്തു. ഐസോതെർമൽ എക്സ്പാൻഷനിൽ നമ്മൾ കൊടുത്ത ഹീറ്റ് എനർജി, ഇവിടെ ആദ്യം കൊടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി Q1 ആണെന്നിരിക്കട്ടെ. ആ Q1 കൊണ്ട് ഇവൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ അപ്ലൈഡ് എനർജി Q1 ഈസ് ഈക്വൽ ടു, നോക്കിയേ, വർക്കിൻ്റെ ഇക്വേഷൻ ഏതാ നമുക്ക് കിട്ടിയത്? P ഇൻറ്റു ഡെൽറ്റ വി എന്ന്. അതിനെ P ഇൻറ്റു ഡി വി എന്ന് എഴുതാം. ഒന്നുമില്ല, ഡെൽറ്റ വിക്ക് പകരം ഞാൻ ഡി വി എന്ന് കൊടുത്തു. കാരണം എന്താ വെച്ചാൽ
ഒരു കാർനോട്ട് സൈക്കിളിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ദ ഏരിയ ഓഫ് ദി സൈക്കിൾ. അങ്ങനെയെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഓരോരോ സ്ട്രിപ്പ്, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ വീതി അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. അപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇവരെ ചെറിയ ചെറിയ സ്ട്രെയിറ്റ് ലൈൻ സ്ട്രിപ്പുകളാക്കി മാറ്റിയിട്ട് അതിൽ ഒരെണ്ണത്തിൻ്റെ വോളിയം ചേഞ്ച് ആണ് നമ്മൾ ഡി വി നൽകുന്നത്. അപ്പം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ വോളിയം കിട്ടുന്നത്, സോറി ടോട്ടൽ വർക്ക് കിട്ടുന്നത്. സോ ഇൻ്റഗ്രൽ ഐസോതെർമൽ എക്സ്പാൻഷൻ നമ്മൾ കൺസിഡർ ചെയ്തത് എവിടെ മുതൽ എവിടം വരെയും പോകുമ്പോൾ വോളിയം V1 to V2 P dV. ക്വസ്റ്റൻ എഴുതി എങ്ങനെയാണെന്ന് മനസ്സിലായോ? ടിനി? ദാറ്റ് മീൻസ് മനസ്സിലായി. വർക്ക് ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. അതിനെ പി ഡി വി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ മുതൽ എവിടം വരെയാണ് ലിമിറ്റ് ഒക്കെ നോക്കണം. V1 മുതൽ V2 വരെ. ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് എഴുതി വന്നതാണ് പി ഡി വി എന്ന്. ഇനി എനിക്കറിയാം, നിങ്ങൾക്ക് തോന്നുന്നു പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്നൊരു ഇക്വേഷൻ അറിയാലോ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. സോ അതിനകത്ത് നമുക്ക് പി വിനെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ പിനെ നമുക്ക് വിയുടെ ടേമിലോട്ട് കൊണ്ടുവരാം. അപ്പം നമുക്ക് അതിനെ ഇൻ്റഗ്രൽ ഇൻ ടേംസ് ഓഫ് വി ആക്കാം. സോ പി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ഡിവൈഡഡ് ബൈ വി. അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ Q1 ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 ടു V2 nRT ബൈ വി ഇൻറ്റു ഡി. nRT കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ V1 ടു V2 1 ബൈ വി ഇൻറ്റു ഡി. ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ വി എന്നാ തോമസ്? ഹലോ, ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ വി ദയാൽ, അമൃത. ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ വി അൻസീന. ഇൻ്റഗ്രൽ ഓഫ് 1 ബൈ വി log integral of 1 by v is equal to log v from v1 to v2, that is equal to nRT. T എത്രയായി ഇവിടുത്തെ ഫസ്റ്റ് ടെമ്പറേച്ചർ? nRT1 കൊടുക്കാമല്ലോ അല്ലേ? nRT1 log v2 മൈനസ് v1 log v1. ഇനി നമുക്ക് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ log a മൈനസ് log b is equal to log of V2 by V1. That is the expression for Q1. ചെയ്തല്ലോ, ഈസി മനസ്സിലായോ? നോക്കിയേ, ഐസോതെർമൽ ഇക്വേഷൻ ഫസ്റ്റ് കേസിൽ എടുക്കുന്നു. അവിടുത്തെ അപ്ലൈ ചെയ്ത ഹീറ്റ് എനർജി ഉപയോഗിക്കുന്നത് ഇൻ്റഗ്രൽ V1 ടു V2 P ഡെൽറ്റ വി ആണ്. പിക്ക് പകരം നമ്മൾ nRT ബൈ വി കൊടുത്തിട്ട് ഇൻ്റഗ്രൽ ചെയ്തപ്പോൾ Q1 ഈസ് ഈക്വൽ ടു nRT log V2 ബൈ V1 കിട്ടി. ക്ലിയർ ആയോ ജിനി? ക്ലിയർ ആയി. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. സോ നിങ്ങൾ എഴുതിയെടുത്തായിരുന്നോ? ഞാൻ ക്ലിയർ ചെയ്തോട്ടെ? സോ നമുക്ക് ഇപ്പം നമ്മൾ ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ കേസ് ചെയ്ത് അതിനൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. വി ക്യാൻ ഡു ഇറ്റ് ഫോർ സ്റ്റെപ്പ് 3, മൂന്നാമത്തെ ഐസോതെർമൽ കംപ്രഷൻ ചെയ്യാം. സോ ഫോർ ഐസോതെർമൽ കംപ്രഷൻ, in the case of isothermal compression, ഈ ഇക്വേഷൻ എങ്ങനെയാകും പറയാവോ? മുമ്പ് എഴുതിയ ഇക്വേഷൻ Q2 is equal to integral, ഇവിടുത്തെ വോളിയം എവിടെ മുതൽ എവിടം വരെയാ? ഇന്റഗ്രൽ V3 to V4 P dV. അതേപോലെ തന്നെ പി വി ഈസ് ഈക്വൽ ടു nRT, P is equal to nR temperature T2 divided by V.
So integral V3 to V4 nRT2 by V, that is equal to nRT2 into integral V3 to V4 1 by V dV, that is equal to nRT2 log from V3 to V4, that is equal to nRT2 log V4 minus log V3, that is equal to nRT2 log V4 divided by log V4 by V3 വരുവോ V3 by V4 വരുവോ? അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൽ ഏത് വരും അൻസീന അറിയാവോ? V4 by V3. ഒന്ന് വെയിറ്റ് ചെയ്തേ. ഇവിടെ V3 to V4 നമ്മൾ എഴുതിയത് അല്ലേ? അതായത് ഫ്രം ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ് കൊടുക്കണം അല്ലേ? ശരിയല്ലേ? അല്ലേ? ആണ് സർ. ഇവിടെ V3 ആണോ V4 ആണോ വലുത്? ഇങ്ങനെയായിരുന്നു ഗ്രാഫ്. ഇവിടെ നമ്മൾ V2 മൈനസ് V1 ഡയറക്റ്റ് എഴുതി. ഇവിടെ പക്ഷേ ഏത് വോളിയാണ് വലുത്? V3 അല്ലേ വലുത് V4-നേക്കാളും? വലതുവശത്തേക്ക് ആക്സിസ് വോളിയത്തിന്റെ കൂടി പോവാണെങ്കിൽ V3 ആണോ V4 ആണോ വലുത്? സീന, V3 ആണോ V4 ആണോ വലുത്? V3. അപ്പൊ ഇവിടെ എങ്ങനെ ചെയ്യണമായിരുന്നു? അത് V4 to V3 ചെയ്താൽ മതിയായിരുന്നു. ശരിയല്ലേ? ലോവർ ലിമിറ്റ് ആണ് V4 അല്ലേ? വോളിയം കുറവാണ് V4. V4 V3 ചെയ്തു വരുമ്പം ലോഗ് V3 മൈനസ് V4 ആകും. ഇത് ലോഗ് V3 ഡിവൈഡഡ് ബൈ V4. മനസ്സിലായോ? ഒന്നുമില്ല. ലിമിറ്റിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് V3 ആണ് വലുത്. അതുകൊണ്ട് ആദ്യം കൊടുത്ത് വലിയതിൽ നിന്ന് ലിമിറ്റ് ചെറുത് കുറച്ച് കഴിയുമ്പോൾ ലോഗ് V3 മൈനസ് V4 എന്ന് വന്നു. ക്ലിയർ ആയ അമൃത? ഹലോ? Then that is his equation nRT2 log V3 by V4, that is Q2. So this is the expression for Q2. This is the expression for Q1. ഇപ്പം നമുക്ക് കിട്ടിയ Q1-ൻ്റെയും Q2-ൻ്റെയും വാല്യൂ നമുക്ക് നമ്മുടെ എഫിഷ്യൻസിയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് Q2 എത്രയാ? nRT2 log ഓഫ് V3 by V4 divided by nRT1 log of V2 by V1. ഇനി ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം N-ഉം R-ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. T2-ഉം T1-ഉം ആണൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഈ ടേം ക്യാൻസൽ ചെയ്തു പോകും. എങ്ങനെയാണെന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ സ്റ്റെപ്പ് ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ ടെക്സ്റ്റിൽ. സോ ടേക്ക് ദ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക്, അതായത് സ്റ്റെപ്പ് 2 എടുക്കുക. അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദെയർ ഇസ് നോട്ട് ഹീറ്റ് ചേഞ്ച്. ഹീറ്റ് എടുക്കുകയില്ല, നഷ്ടപ്പെടുത്തുകയില്ല. സോ ഡെൽറ്റ ക്യൂ 0 ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ വർക്കിംഗ് സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡേ വെക്കും. ഇൻ ആൻ അഡിയബാറ്റിക് പ്രോസസ്, ഫസ്റ്റ് കേസ് ഇതായിരുന്നു അഡിയബാറ്റിക്. ആദ്യത്തെ ടെമ്പറേച്ചർ T1-ഉം V2. ഇക്വേഷൻ ഇതാണ്. T1 V2 raised to gamma minus 1 is equal to, ഇവിടുത്തെ ഏതാണ്? T2 V3 raised to gamma minus 1.
ഈ ഗാമ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഗാമ എന്ന് പറഞ്ഞാൽ CP/CV. അത് സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഒക്കെ +2ന്റെ ടോപ്പിക്കാണ്. അത് അറിയേണ്ടതാണ്. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഓർക്കുക, T(V)(Γ-1) ഒരു കോൺസ്റ്റന്റ് ആകുന്ന രീതിയിൽ എഴുതുക. അപ്പം ഇവിടെ അഡിയബാറ്റിക് എക്സ്പാൻഷന്റെ കേസിൽ T(V)(Γ) ഇപ്പൊ T1(V2)(Γ-1) is equal to T2(V3)(Γ-1). അങ്ങനെയെങ്കിൽ അഡിയബാറ്റിക് കംപ്രഷന്റെ ഇക്വേഷൻ പറഞ്ഞിട്ട് ഇനി അഡിയബാറ്റിക് കംപ്രഷൻ ദാ ഈ പോർഷൻ, ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെയാകും? ടീനി കേൾക്കാവോ? കേൾക്കാം. എന്നാ ഇവിടുത്തെ 2 പോയിന്റിലെ T(V)(Γ-1) equal to TV, അത് പറഞ്ഞ ഇക്വേഷൻ ഇവിടെ എങ്ങനെയായിരിക്കും ഈ കേസിൽ? നെക്സ്റ്റ് അൻസീന T2 പറ. T2 V4 raised to the V4(Γ-1) is equal to T1 V1 raised to Γ-1. T1 V1(Γ-1). T1 V1(Γ-1) equal to T2 V4(Γ-1). Very good. This is equation number A. This is equation number B. So T1 വരുന്നത് ഇതിനെ ഒന്ന് തിരിച്ചെഴുതിക്കോട്ടെ ഞാൻ. ചില ഒരേ സൈഡിൽ വന്നാൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി. അപ്പം T1 V1(Γ-1) equal to T2 V4(Γ-1). That is equation number B. ഇനി നോക്കിയാൽ ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്തില്ലേ? T1ന്റെ ടേമിനെ T2ന്റെ ഒരേ സൈഡിൽ വരുന്ന ടേമിനെ ഡിവൈഡ് ചെയ്താൽ T1 V2(Γ-1) divided by T1 V1(Γ-1) is equal to T2 V3(Γ-1) divided by T2 V4(Γ-1). അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ V2/V1 all raised to Γ-1 equal to V3/V4 all raised to Γ-1. രണ്ട് വശം സെയിം പവറാണ്. നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ V2/V1 is equal to V3/V4. ഈ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്താൽ പോരെ നോക്കി. രണ്ട് വശം ലോഗ് എടുത്തു കഴിഞ്ഞാലും log of V2/V1 equal to log of V3/V4 ആയിരിക്കും. So this quantity we can cancel this 2. Then that equation become 1 minus T2 divided by T1. That means the efficiency of a Carnot engine eta is equal to 1 minus Q2/Q1, or that is equal to 1 minus T2 divided by T1. Ansina, clear ആയോ? ക്ലിയർ ആയി സർ. ഇത് ചോദിച്ചാൽ ഡെറൈവ് ചെയ്യാൻ എളുപ്പമാണല്ലോ അല്ലേ? ഞാനതാ മുഴുവൻ ചെയ്ത് കാണിച്ചു വെച്ചാൽ. ഇല്ലേ നമ്മൾ ഓരോന്നും ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ടി വരും. ഇറ്റ്സ് സിമ്പിൾ. നമുക്ക് ആദ്യം ഐസോതെർമലിൻ്റെ കേസ് 2 എടുക്കുക, അതിൽ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കുക. അതിനുശേഷം 2 അഡിയബാറ്റിക് കേസുകൾ എടുക്കുക. അഡിയബാറ്റിക് കേസുകളുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ടേം 1 ആണ് കൊടുക്കുക. സോ ദ ഫൈനൽ ഇക്വേഷൻ ബിക്കം 1 minus T2 divided by T1. ഒരു കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി എത്രയാണെന്ന് നമ്മൾ പറഞ്ഞത് ജനറലി? ഒരു കാർനോട്ട് എഞ്ചിന്റെ കേസിൽ ഈ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഫോർ എ കാർനോട്ട് എഞ്ചിൻ ഈറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പം സോഴ്സിൻ്റെയോ സിങ്കിൻ്റെയോ ഏതിൻ്റെയും ടെമ്പറേച്ചർ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നാൽ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാൻ മതി. ഇക്വേറ്റ് ഈക്വൽ ടു നമ്മളുടെ ഇക്വേഷൻ 1 minus Q2/Q1 equal to 1 minus T2/T1, that is equal to 1 ആയിരിക്കും. only for Carnot engine. അതൊരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. അതിനെ നമ്മൾ ഐഡിയൽ എഞ്ചിൻ എന്ന് വിളിക്കും. ബട്ട് നമ്മളൊരു എഞ്ചിൻ ഉണ്ടാക്കിയാൽ ഒരു എഞ്ചിൻ്റെ എഫിഷ്യൻസി 1 കിട്ടില്ല, അല്ലെങ്കിൽ 100% കിട്ടില്ല. സോ ഇത് എഫിഷ്യൻസി ഓഫ് ഓൾ ദ ഹീറ്റ് എഞ്ചിൻ.
or the efficiency of all the heat engine always be less than 1. That means it can not be equal to 100% for a heat engine. കാർനോട്ട് എഞ്ചിൻ നമ്മൾ പറഞ്ഞില്ല, അതൊരു സ്പെഷ്യൽ കേസാണ്, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ആണ് ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് പ്രതിപാദിക്കാൻ നമ്മൾ ഉപയോഗിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹീറ്റ് എഞ്ചിൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓട്ടോ എഞ്ചിൻ അങ്ങനെ നമ്മൾ പലതുണ്ട്, ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ചെയ്യും. അങ്ങനെ ഏതാണേലും അതിൻ്റെ ഒന്നും കേസിൽ നമുക്ക് എഫിഷ്യൻസി 1 കിട്ടില്ല. എല്ലാത്തിൻ്റെ എഫിഷ്യൻസി 1നേക്കാൾ താഴെയായിരിക്കും. കാർനോട്ട് എഞ്ചിന് മാത്രമേ ഈറ്റ 1 ഉള്ളൂ, അല്ലെങ്കിൽ 100% എഫിഷ്യൻസി ഉള്ളൂ. മനസ്സിലായോ? So next is the classification of heat engine or types of heat engine. Types of heat engine. ഹീറ്റ് എൻജിൻ നിങ്ങൾ ട്രെയിനുകളൊക്കെ പണ്ട് ഹീറ്റ് എൻജിൻ വെച്ച് ഉപയോഗിക്കുമായിരുന്നു. പെട്രോൾ എൻജിനും ഡീസൽ എൻജിനും വരുന്നതിന് മുമ്പ് ഈ ട്രെയിനുകളുടെ മുൻഭാഗത്ത് നമ്മൾ കൽക്കരി ഉപയോഗിച്ച് കത്തിച്ചിട്ട് ആ കത്തിക്കുന്നതിൽ നിന്ന് വരുന്ന സ്റ്റീം ഉപയോഗിച്ചായിരുന്നു ഈ ട്രെയിനുകൾ പണ്ട് ഓടിക്കൊണ്ടിരുന്നത്. ട്രെയിനാകട്ടെ ഉദ്ദേശിച്ചത്, ഇതതിൻ്റെ ഫ്രണ്ടിലത്തെ കൽക്കരി കത്തിക്കുന്ന സ്ഥലം. അങ്ങനെ ഒരു എൻജിൻ്റെ പുറത്ത് നമ്മൾ കമ്പസ്റ്റൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ കത്തിച്ചിട്ട് ആ ഹീറ്റ് എൻജിൻ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻ. സെക്കൻഡ് വൺ ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻ. അപ്പൊ ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻ എന്ന് പറഞ്ഞാൽ ആയിരിക്കും the burning of fuel take place within the engine. The burning of fuel take place within the engine. എഞ്ചിനകത്ത് നടക്കും. അതിൻ്റെ എക്സാമ്പിൾ ആണ് പെട്രോൾ ഓർ ഡീസൽ എഞ്ചിൻ. ഇവിടെ the burning of fuel take place outside of the engine. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റീം എഞ്ചിൻ. So based upon the combustion engine, the heat engine is classified into two: external combustion engine and internal combustion engine. In external combustion engine, the burning of fuel take place outside of the engine, and in internal combustion engine, the burning of fuel take place within the engine. Example, petrol or diesel engine in the case of internal combustion engine, and a steam engine for external combustion engine. So ഇതിലെ ഫസ്റ്റ് വൺ ആണ് പെട്രോൾ എൻജിൻ ഓർ ഓട്ടോ എൻജിൻ. അതും എസ്ഐ ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ഹെഡിങ് ആണ്. പെട്രോൾ എൻജിൻ ഓർ ഓട്ടോ എൻജിൻ. അപ്പം ഇന്റേണൽ ആദ്യം ഇതിൻ്റെ പോയിന്റിനാണ് ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിൻ അല്ലേ. ഇന്റേണൽ കമ്പസ്റ്റൻ എൻജിനിലെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് പെട്രോൾ എൻജിൻ. അതിൻ്റെ മറ്റൊരു പേരാണ് ഓട്ടോ എൻജിൻ. സാധാരണ നമ്മുടെ പെട്രോൾ വണ്ടികളിൽ ഉപയോഗിക്കുന്നത് ഈ പെട്രോൾ എൻജിനാണ്. ഈ സാധാരണ നേരത്തെ മുൻപുണ്ടായിരുന്ന പെട്രോൾ ഓട്ടോകളിൽ, ഡീസൽ ഓട്ടോ അല്ല, പെട്രോൾ ഓട്ടോകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ഈ ഓട്ടോ എൻജിൻ. ഞാനത് പറഞ്ഞു തരാം. ലെറ്റ് കൺസിഡർ ദ ഫിഗർ ഓഫ് the auto engine.
അതിൻ്റെ ഫിഗർ വരച്ച് കഴിയുമ്പം ആക്ച്വലി അതിന് ഒരു സിലിണ്ടറിക്കൽ പോർഷൻ ഉണ്ട് ഇങ്ങനെ. ഇവിടെ ഞാൻ 2 ഹോൾ ഇങ്ങനെ ഇട്ടതാണ്. ഒന്ന് ഇൻലെറ്റ്, ഇതിനകത്തോട്ട് നമ്മുടെ പെട്രോളിനും ഇതിനും കയറാൻ വേണ്ടി ഒരു ഇൻലെറ്റ് ആയിട്ട് ഒരെണ്ണം, ഇവിടെ ഒരു ഔട്ട്ലെറ്റും വേണം. ഇനി നിങ്ങൾ ഈ ബൈക്കിനെയൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സ്പാർക്ക് പ്ലഗ് ഉണ്ടല്ലോ അല്ലേ, നമ്മൾ ഈ പ്ലഗ്, നമ്മൾ ഈ വണ്ടി സെൽഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം ഒരു കത്തും, അത് ഒരു ഇഗ്നീഷ്യം കിട്ടും. അങ്ങനെ കത്തി കഴിയുമ്പോഴാണ് ഇതിനകത്ത് പെട്രോൾ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പെട്രോളാണ് പെട്രോൾ, ഡീസലാണ് ഡീസൽ, അത് കത്തുന്നത്. ഇവിടെ പെട്രോൾ എഞ്ചിനാണ്. അപ്പം ഇതാണ് നമ്മൾ കൊടുക്കുന്ന സ്പാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം. എസ്, ഇതിൻ്റെ ഇൻലെറ്റ് ഐ, ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഒ. ഇനി ഇതിനകത്ത് നമ്മളുടെ ഗ്യാസ് അടങ്ങിയിട്ടുള്ള ഒരു പിസ്റ്റൺ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സിലിണ്ടർ. അതായത് ഇതിനകത്ത് ഇങ്ങനെ ഒരു സിലിണ്ടർ ഇരിക്കും. ആ സിലിണ്ടറിൻ്റെ ഇങ്ങേ അറ്റത്തുനിന്ന് നമ്മളൊരു പിസ്റ്റൺ താഴത്തേക്ക് കൊടുക്കും, അല്ല ഇതിനകത്തുനിന്ന് കൊടുക്കാം. ഇവിടുന്നൊരു പിസ്റ്റൺ ഇങ്ങ് വരും. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഒരു സർക്കുലർ ഒരു ഈ പൽചക്രം പോലെ കറങ്ങേണ്ട മെഷീൻ്റെ പാട്ട കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുവാണെങ്കിൽ, ഇത് ഇതിൻ്റെ സെൻറ്റർ ആണെങ്കിൽ ഇതിങ്ങനെ താഴത്തോട്ട് തിരിഞ്ഞാൽ ഇതിങ്ങോട്ട് വരും അല്ലേ, ഈ മോഷൻ ഇങ്ങനെയാവും. ഇത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മോഷൻ തിരിച്ചു. അപ്പം ഇതിങ്ങനെ പിസ്റ്റൺ താഴുമ്പോൾ ഇത് ഇങ്ങനെ കറങ്ങും, പിസ്റ്റൺ വലിയുമ്പോൾ ഇത് വീണ്ടും മുകളിലോട്ട് പോകും. അങ്ങനെ ഒരു റൊട്ടേഷൻ മോഷൻ. ഇങ്ങനെയാണ് പല പല, ഇതിങ്ങനെ ഒരെണ്ണം കൊടുക്കും, ഇവിടെ നേരെ വേറൊരെണ്ണം കൊടുക്കും, അവിടുന്ന് നേരെ ആക്സിലോട്ട് കൊടുക്കും, അവിടുന്ന് നേരെ ടയറിലോട്ട് കൊടുക്കും. അപ്പം ഇങ്ങനെയാണ് വണ്ടി ഓടുന്നതല്ല. അതിപ്പോൾ സ്കൂട്ടർ ആണേലും ബൈക്ക് ആണേലും ഓട്ടോ ആണേലും പെട്രോൾ ഓട്ടോ ആണേലും എല്ലാം ആണേലും നമുക്ക് ഇതിന് ഒരു എൻജിൻ ആവശ്യം. അതിനെ വിളിക്കുന്ന പേരാണ് പെട്രോൾ എൻജിൻ ഓർ ഓട്ടോ എൻജിൻ. ഇവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എയർ ആണ്. ആക്ച്വലി എയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് എയർ, അങ്ങനെയെല്ലാം പറഞ്ഞാൽ മതി. എയർ ഈസ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ആൻഡ് പെട്രോൾ ഈസ് ദ ഫ്യൂവൽ. പെട്രോൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവല്, എയർ ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. സോ ഡിഫറെന്റ് പാർട്സ് ഏതാണ്? ഈ ഒരു പോർഷൻ അല്ലേ, എ സിലിണ്ടർ പാർട്സ്, എ സിലിണ്ടർ വിത്ത് എയർ ടൈറ്റ് പിസ്റ്റൺ. Then പിന്നെ എന്നാ വേണം? ഇറ്റ് ഹാസ് 2 വാൽവ്, 2 വാൽവുകൾ വേണം. അവിടെ ഐ എന്ന് പറയുന്നത് ഇൻലെറ്റ് വാൽവ്, ഒ എന്ന് പറയുന്നത് ഇവിടെ എഴുതാം കേട്ടോ. ഇനി ഐ എന്ന് പറയുന്നത് ഇൻലെറ്റ് വാൽവ്, ഒ എന്ന് പറയുന്നത് ഔട്ട്ലെറ്റ് വാൽവ്, എസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പാർക്ക് പ്ലഗ്, സ്പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെ. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മളിപ്പോൾ സെൽഫ് അടിക്കുവാണേലും കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ, ആദ്യം അവിടെ ഒരു സ്പാർക്കാണ് ഉണ്ടാകും. അത് ഇതിനകത്തിരിക്കുന്ന ഈ പെട്രോൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ഗ്യാസ് കത്തണം. സ്പാർക്ക് പ്ലഗ് വിച്ച് പ്രൊഡ്യൂസ് ദി സ്പാർക്ക് പ്ലഗ് പ്രൊഡ്യൂസ് എ സ്പാർക്ക് ആൻഡ് ഇഗ്നൈറ്റ് ദ മിക്സർ ഓഫ് എയർ ആൻഡ് പെട്രോൾ വേപ്പർ. ഇതിനകത്ത് വരുന്ന മിക്സർ ഓഫ് എയറിനെയും പെട്രോൾ വേപ്പറിനെയും കത്തിക്കുന്നതാണ് ഈ സ്പാർക്ക് പ്ലഗ് ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ. അതാണ് അതിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞത്. നമ്മൾ കൊടുത്തു കഴിയുമ്പം ഇതാദ്യം സ്പാർക്ക് പ്ലഗ് എന്നായും ഇറ്റ് പ്രൊഡ്യൂസ് സ്പാർക്ക്
ഒരു ചെറിയ ഹീറ്റിന്റെ ഒരു തീപ്പൊരി കൊടുക്കും. പ്രൊഡ്യൂസ് സ്പാർക്ക് ആൻഡ് ഇഗ്നൈറ്റ്, കത്തിക്കുക എന്നുള്ളത്, ഇഗ്നൈറ്റ്സ് ദ മിക്സ്ചർ ഓഫ് എയർ ആൻഡ് പെട്രോൾ വേപ്പർ. ഇനി ഈ പുറത്തിലെ സറൗണ്ടിങ്, ഇതിന് പുറത്ത് നമ്മൾ ഈ എൻജിന് ഇതൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഒരു സറൗണ്ടിങ് വേണം. സറൗണ്ടിങ്ങിന്റെ പ്രത്യേകത മാത്രമല്ല, അതിനകത്തെ ഹീറ്റ് എനർജി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. സോ ഇതിന് നമ്മളൊരു ജാക്കറ്റ് എന്ന് പറയും. നമ്മളിപ്പോൾ മഴയൊക്കെ ഒരു ജാക്കറ്റ് കവർ വേണം. അതിനെയാണ് നമ്മൾ റേഡിയേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ ഈ ജീപ്പിന് വണ്ടിക്കൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, വണ്ടിയുടെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുക എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുന്നത് ശരിക്കും ഇതാണ്, ഈ ഹീറ്റ് എഞ്ചിന്റെ ചുറ്റുമുള്ള ഇത് തണുപ്പിക്കുക. അല്ല, ഒരു പരിധി കൂടുതൽ ഹീറ്റ് ആയി കഴിയുമ്പോൾ ഇപ്പോൾ ജീപ്പൊക്കെ ആണെങ്കിൽ, ഒരു കയറി അല്ല കാറൊക്കെ ആണെങ്കിൽ ഒത്തിരി കയറ്റൊക്കെ വലിഞ്ഞ് നിർത്താതെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹീറ്റ് എഞ്ചിൻ ചൂടാക്കിയേച്ച് ഫ്രണ്ടിലത്തിൻ്റെ അവിടുന്ന് പുക വരുന്നത് മേ ബി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ ദിസ് സിലിണ്ടർ ഈസ് സറൗണ്ടഡ് ബൈ എ ജാക്കറ്റ് through which cold water running continuously, and this portion is called radiator. Radiator through which the cold water running continuously. So these are the part of a petrol engine or auto engine. നമുക്കൊരു ഇൻലെറ്റ് വേണം നമ്മളുടെ എയറും പെട്രോൾ ഗ്യാസും അകത്തോട്ട് കയറാൻ. അത് ഉപയോഗിച്ചതിന് ശേഷം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ചതിൻ്റെ നമ്മൾ പറയില്ല പുകയൊക്കെ പോകുന്ന അതിനൊരു ഔട്ട്ലെറ്റ് വേണം. ഇതിനകത്ത് കയറിയ എയറിനെയും പെട്രോൾ ഗ്യാസിനെയും കത്തിക്കാൻ വേണ്ടി നമ്മൾ വണ്ടിക്ക് സെൽഫ് അടിക്കുമ്പോൾ അല്ലെ കിക്കർ അടിക്കുമ്പോൾ കത്താൻ വേണ്ടി ഒരു സ്പാർക്ക് പ്ലഗ് വേണം. അപ്പം നമ്മൾ ഇതിനകത്ത് എയറും പെട്രോളും കയറി കഴിയുമ്പോൾ സ്പാർക്ക് പ്ലഗ് കൊടുത്ത് അത് കത്തിക്കുന്നു, ഇഗ്നൈറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇഗ്നൈറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്നാ പറ്റും, ഇവിടുത്തെ വോളിയം കൂടി പിസ്റ്റൺ താഴത്തേക്ക് മൂവ് ചെയ്യും. അപ്പം ഇങ്ങനെ പല ചക്രങ്ങൾ കറങ്ങി വണ്ടി മുമ്പോട്ട് മോഷനിലാവും. അതിന് പുറത്ത് പിന്നെ എന്നാ പാട്ട് കൊടുക്കണം, ഒരു ജാക്കറ്റ്, ഒരു കവറിങ് കൊടുക്കണം. ഈ കവറിനകത്തോടെ നമ്മൾ ഈ കവറിനൊരു പർട്ടിക്കുലർ പോർഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ സൈഡിലൂടെ നമ്മൾ വാട്ടറിനെ ഇങ്ങനെ കോൾഡ് വാട്ടറിനെ ഒഴുക്കി കൊടുത്തുകൊണ്ടിരിക്കും. അത് കൊടുക്കുന്ന എന്തിനാണ്, ഈ ഹീറ്റ് എഞ്ചിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഒത്തിരി ഹീറ്റ് ഉണ്ടായിട്ട് എക്സ്പ്ലോഷനും കാര്യമൊന്നും സംഭവിക്കാതിരിക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് പാർട്ട് ഈസ് കോൾഡ് റേഡിയേറ്റർ. സോ ഒരു ഇൻലെറ്റ് വാൽവ് വേണം, ഔട്ട്ലെറ്റ് വാൽവ് വേണം, സ്പാർക്ക് പ്ലഗ് വേണം, എ സിലിണ്ടർ വിത്ത് ഒരു എയർ ടൈറ്റ് പിസ്റ്റൺ വേണം, ഒരു ജാക്കറ്റ് കവർ അല്ലെങ്കിൽ റേഡിയേറ്റർ വേണം. ദീസ് ആർ ദ മേജർ പാർട്സ് ഓഫ് എ പെട്രോൾ എഞ്ചിൻ ഓർ ഓട്ടോ എഞ്ചിൻ.